ഞാൻ എൻ്റെ കോഴ്സ് ഇപ്പോൾ പൂർത്തീകരിച്ച് ഡിസംബറിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ MSc ക്ലിനിക്കൽ സൈക്കോളജിയാണ് പൂർത്തീകരിച്ചതും. അപ്പോൾ അതിൻ്റെ ആ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷം മുഴുവൻ നമ്മൾ ഡയഗ്നോസിസിൽ മിടുക്കയാവുക എന്നുള്ളതാണ്. അസസ്മെൻറ്റ്സ് വെച്ചിട്ട് ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ്, അതിനെ കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അപ്പോൾ അതാണ് നമ്മൾ ഒരു വർഷം ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള അവരുടെ കേസ് ഹിസ്റ്ററി തയ്യാറാക്കും, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നോക്കും. എന്നിട്ട് കൃത്യമായിട്ട് ICD നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ DSM എന്ന് പറയുന്ന 2 നമ്മുടെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ അയാൾക്കുള്ള പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണ്. നമ്മളൊരു പേര് കൊടുക്കുകയാണ്, ഇന്നതാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റണം. അതിന് ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ആവശ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൗൺസിലിങ്ങും അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്താണോ ആ വ്യക്തിക്ക് ആവശ്യം, അതനുസരിച്ച് ആ പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ തീർച്ചയായിട്ടും നടത്തുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങി കഴിഞ്ഞ പാടെ തന്നെ എനിക്ക് ഓൾറെഡി ഞങ്ങളുടെ അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ തെറാപ്പികളും ഇത് കൊടുത്ത് പോരുന്ന ഒരു സിസ്റ്റം ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഈ പഠനം കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ഹെൽത്ത് ഡയലോഗ് മെൻ്റൽ വെൽനസ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പി ആണ് അവിടെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. വരുന്ന വ്യക്തിയുടെ ആവശ്യമനുസരിച്ച് അതിൻ്റെ സർവീസ് റെൻഡർ ചെയ്യാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇതിൻ്റെ സർവീസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഓൺലൈനായിട്ട് ചെയ്യാറില്ല. പക്ഷേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമനുസരിച്ച്, മറ്റൊന്നുമല്ല, കാരണം മലയാളികളും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരൊക്കെ പലരും വിദേശത്ത് പല സ്ഥലത്തുണ്ട്. അവർക്ക് അവിടെയുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു കൾച്ചർ അവർക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലായിടത്തും തന്നെ ഓൺലൈനിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ തെറാപ്പി സെൻറ്ററിലും അവരുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ തന്നെ നമ്മുടെ സമയവും ഒക്കെ നോക്കിയിട്ട് അവരുടെ കൺവീനിയൻസിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നമ്മൾ ഈ സെൻറ്റർ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ഡയലോഗ് എന്നാണ്. അത് ഒരു സൊസൈറ്റി ആയിട്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹെൽത്ത് ഒരു ആരോഗ്യമാണ്, അതെല്ലാ മേഖലയും ബാധിക്കുന്നതാണ്. അപ്പോൾ എന്ത് പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാൻ ഡയലോഗാണ് ആവശ്യം, അല്ലേ? നമുക്കതിനെ സംസാരിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ മെൻ്റൽ വെൽനസ് സെൻറ്ററിൽ നമ്മൾ ഒരു വ്യക്തിയുടെ ഹെൽത്തിനെ നമ്മൾ ഡയലോഗ് വഴി അതിനാണ് സംസാരിച്ച് അവരെ കേട്ട് ലിസണിങ് ആണ് നമ്മുടെ ഒരു പ്രധാന ഒരു ആസ്പെക്റ്റായിട്ട് നമ്മൾ മുമ്പിൽ വെക്കുക. ഒരാളുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളും കൃത്യമായിട്ട് അവർ പറയുന്നത് കേൾക്കുകയും ആ ഡയലോഗിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മോട്ടോയായിട്ട്, ഈ ഒരു സ്ഥാപനത്തിൻ്റെ മോട്ടോയായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്.